ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 92 തുടങ്ങി 94 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. ലാസ്റ്റ് പേജിൽ നമ്മൾ മനസ്സിലാക്കിയത് കപടവിശ്വാസികളോട് എടുക്കേണ്ട നിലപാട് എങ്ങനെയാണെന്നാണ് അല്ലേ. അപ്പോൾ സത്യവിശ്വാസികളുടെ ഇടയിൽ ഈ കപടവിശ്വാസികളുടെ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നു. ഒരു കൂട്ടർ പറഞ്ഞു അവരെ ശത്രുക്കളായിട്ട് തന്നെ കാണണം, മറ്റൊരു കൂട്ടർ പറഞ്ഞു അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവരോട് അങ്ങനെ നമ്മൾ ശത്രുക്കളോട് കാണുന്ന പോലെ അവരെ കാണണ്ടെന്നായിരുന്നു ഒരു അഭിപ്രായം. അപ്പം എന്നിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നു, അവർക്ക് ഹിജറ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവർ ഹിജറ ചെയ്യാണ്ട് ഇങ്ങോട്ട് മദീനയിലേക്ക് വരാണ്ട് മക്കയിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഏറ്റവും ഒരു പ്രാധാന്യം എന്താണ്? അവരുടെ സ്വത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. അപ്പം അതൊന്നും ഉപേക്ഷിച്ച് വരാൻ തയ്യാറാവാത്തിടത്തോളം കാലം അവരെ നമ്മൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം അവരോടും നിങ്ങൾ മുശ്രിക്കുകളോട് അല്ലെങ്കിൽ ശത്രുക്കളോട് സ്വീകരിക്കണം അതേ നിലപാട് തന്നെ അവരോടും സ്വീകരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു നമ്മളോട് ഉടമ്പടിയുള്ള ഒരു ജനത, അവിടെയുള്ള ആളുകൾ എന്താണ്, അവർക്ക് നമ്മളോട് യുദ്ധം ചെയ്യാനും താല്പര്യമില്ല, അവരുടെ ജനതയോട് യുദ്ധം ചെയ്യാനും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ സമാധാനം കാംക്ഷിക്കുന്ന ആളുകളോട് നമ്മൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യരുത്, അതിന് നിങ്ങൾക്ക് യാതൊരു ന്യായവും ഇല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അവർ ഈ സത്യവിശ്വാസികളിൽ നിന്നും നിർഭയത്വം അവരാഗ്രഹിക്കുന്നു, ഇനി ശത്രുക്കളിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും നിർഭയത്വം അവരാഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ അവർ ചെയ്യണത്? അവർ രണ്ട് വഞ്ചിയിലും കാലിടണ ഏർപ്പാടാണ് ചെയ്യണം. കാരണം രണ്ട് പേരിൽ നിന്നും അവർക്ക് ഗുണം കിട്ടണം. അപ്പോൾ തരം കിട്ടുമ്പോഴൊക്കെ ഇവർ ഇസ്ലാമിനെതിരെ തിരിയുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ തടഞ്ഞു വെച്ചോ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനി അടുത്ത പേജിൽ അള്ളാഹു പറയണത്, ഒരു സത്യവിശ്വാസിയെ മറ്റൊരു സത്യവിശ്വാസി അബദ്ധവശാൽ കൊലപ്പെടുത്തിയാൽ അതിനെന്താണ് പ്രായശ്ചിത്തം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്നും, പിന്നെ ഇനിയല്ല അബദ്ധവശാലല്ല മനഃപൂർവ്വം തന്നെ ഒരു സത്യവിശ്വാസിയെ കൊന്നുകളഞ്ഞാൽ എന്താണ് അതിനുള്ള ശിക്ഷ എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. നമുക്ക് ആയത്തപ്പം നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لمؤمن أن يقتل مؤمنا إلا خطأ ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة ودية مسلمة إلى أهله إلا أن يصدقوا فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة فمن لم يجد فصيام شهرين متتابعين توبة من الله وكان الله عليما حكيما. ഈ ആയത്തിൽ അള്ളാഹു പറയണത്, ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധവശാലല്ലാതെ കൊലപ്പെടുത്താൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാരണം, അബദ്ധവശാൽ പറ്റിപ്പോണതല്ലാണ്ട് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊല ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. ഇനി അങ്ങനെ അബദ്ധവശാൽ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊലപ്പെടുത്തിയാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താണെന്നാണ് അള്ളാഹു പറയണത്. ഒന്ന്, സത്യവിശ്വാസിയായ ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കുക. കാരണം അന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടല്ലേ. അപ്പോൾ പണം കൊടുത്ത് ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങി അദ്ദേഹത്തെ സ്വതന്ത്രനായിട്ട് വിടാം. അതാണ് ഒരു കാര്യം. അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാര തുക നൽകണം. ഇനി അവർ പറയാണ്, ഈ കുടുംബക്കാർ പറയാണ്, വേണ്ട ഞങ്ങളത് വിട്ട് തന്നു, നിങ്ങൾക്ക് ഞങ്ങളത് സ്വതക്കയായി അത് വിട്ടു തന്നു, തരണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ഈ നിയമം ബാധകമാണത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊലപ്പെടുത്തിയെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയണത്,
ഇനി നിങ്ങളുടെ ശത്രു ജനതയിൽപ്പെട്ട ഒരാളെയാണ് നിങ്ങൾ വധിച്ചത്. നിങ്ങളുടെ ശത്രു രാജ്യത്തുള്ള ഒരു സത്യവിശ്വാസി, അല്ലേ? നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലാണ്, പക്ഷെ അവിടെ ഒരു സത്യവിശ്വാസി ഉണ്ട്, നിങ്ങൾ അറിയാണ്ട്, അയാൾ സത്യവിശ്വാസിയാണെന്നറിയാണ്ട് അബദ്ധവശാൽ നിങ്ങൾ കൊലപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കുക, സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ഫിദിയാസ് പണം കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ കുടുംബക്കാർക്ക്. കാരണം അത് ശത്രു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പണം കൊടുത്താൽ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? ഇസ്ലാമിനെതിരെ തന്നെ അവർ ഉപയോഗിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയണത്, ഒരു ഇസ്ലാമിക രാഷ്ട്രവുമായി സഖ്യത്തിലുള്ള മറ്റൊരു അമുസ്ലിം രാഷ്ട്രം. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമല്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു സഖ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കരാറുണ്ട്, നല്ല രീതിയിൽ പോയിക്കോളാം എന്നൊക്കെ ഒരു കരാറുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സത്യവിശ്വാസിയെയാണ് നമ്മൾ വധിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം. ആ നാട്ടിലെ അവരുടെ കുടുംബക്കാർക്ക് നിങ്ങൾ ഫിദിയ നൽകുകയും വേണം, പ്രായശ്ചിത്ത തുക നൽകുകയും വേണം. അപ്പോൾ 3 കണ്ടീഷനുകളാണ് പറഞ്ഞത്, അല്ലേ? ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് 2 പേരുമുള്ളത്. കൊല്ലപ്പെട്ടയാളും കൊലയാളിയും ഒരു നാട്ടിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അയാളുടെ കുടുംബത്തിന് നിങ്ങൾ പ്രായശ്ചിത്തമായി അതിനൊരു നഷ്ടപരിഹാര തുക നൽകുകയും വേണം. പിന്നെ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രായശ്ചിത്തം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെയും ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം. ഇനി നിങ്ങളുടെ ശത്രു രാജ്യത്തുള്ള ഒരാളെയാണ് നിങ്ങൾ വധിച്ചത്, അയാൾ പക്ഷേ സത്യവിശ്വാസിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അതിനുള്ള പ്രായശ്ചിത്തം, നിങ്ങളുടെ ഈ തെറ്റ് പറ്റിയതിന് അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം. പക്ഷേ ആ നാട്ടുകാർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കോ നിങ്ങൾ പ്രായശ്ചിത്തമായി തുക നൽകേണ്ട ആവശ്യമില്ല, നഷ്ടപരിഹാര തുക നൽകേണ്ട ആവശ്യമില്ല. ഇനി നമ്മളുമായിട്ട് കരാറിലുള്ള മറ്റൊരു രാജ്യത്തെ ഒരു സത്യവിശ്വാസിയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നാട്ടിൽ എത്രയാണോ അവർ ഒരാളുടെ ഈ ബ്ലഡ് മണി ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാര തുകയായി അവർ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതും കൊടുക്കണം. ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇവർ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിരുന്നത് ഒന്നില്ലെങ്കിൽ 100 ഒട്ടകം, അല്ലെങ്കിൽ പശു ആണെങ്കിൽ 200 പശു, അല്ലെങ്കിൽ 2000 ആട്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പണമായിട്ടാണ് നൽകണമെങ്കിൽ 800 സ്വർണ്ണ നാണയം അല്ലെങ്കിൽ 8000 വെള്ളി, അതാണ് കൊടുത്തിരുന്നത്. ഈ ആയത്ത് അവതരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മക്കയിൽ കുറച്ച് സത്യവിശ്വാസികളുണ്ട്, അവർക്ക് ഇങ്ങോട്ട് ഹിജ്റ വരാൻ പറ്റണില്ല. കാരണം ചിലർ ബന്ധനസ്ഥരാണ്, അല്ലെങ്കിൽ ചിലർക്ക് മർദ്ദനങ്ങൾ ഏൽക്കുന്നത് കൊണ്ടും അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വരാൻ പറ്റാണ്ട് സത്യവിശ്വാസം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കണ കുറച്ച് സത്യവിശ്വാസികളുണ്ട്. മക്കത്ത് മാത്രമല്ല, മദീനയുടെ ചുറ്റുഭാഗത്തുമുള്ള നാടുകളിൽ. അന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയിൽ മാത്രമാണ് സ്വതന്ത്രമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ള നാടുകളിലൊക്കെ അവർക്ക് പീഡനങ്ങളാണ് കിട്ടണത്. അപ്പോൾ അവിടെ നിന്ന് ഹിജ്റ പോകാൻ കഴിയുന്നവരൊക്കെ ഇങ്ങോട്ട് ഹിജ്റ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെ നമ്മൾ പറഞ്ഞു ഹിജ്റ വരാൻ കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ അവർക്ക് യാതൊരു തടസ്സവും ഇല്ലാണ്ടും അവർ വരാണ്ടിരിക്കുന്ന ആളുകൾ, അവരോടുള്ള നിലപാട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ പഠിച്ചു, അല്ലേ? ഇത് അള്ളാഹു പറയണത് നമുക്ക് വരാൻ ആഗ്രഹമുണ്ട് ഹിജ്റ പോകാൻ, പക്ഷേ അവർക്ക് പറ്റണില്ല. മിക്കവാറും ചിലർ അടിമകളായിരിക്കാം, അല്ലേ? ഇപ്പം നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള അമ്മാർ റളിയല്ലാഹു അൻഹു അവരൊക്കെ അടിമകളായിരുന്നു, അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അവരെ ആരെങ്കിലും പണം കൊടുത്ത് സ്വതന്ത്രരാക്കിയാലാണ് അവർക്ക് ഹിജ്റ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ യുദ്ധത്തിന് ചിലപ്പോൾ നിർബന്ധപൂർവ്വം വരേണ്ടി വരും. ഇപ്പോൾ ഇവർ സത്യവിശ്വാസം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് രഹസ്യമായിട്ടായിരിക്കും കൊണ്ടു നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആർക്കും അറിയില്ല ഇവർ സത്യവിശ്വാസിയാണെന്ന്. അപ്പോൾ ഒരു യുദ്ധക്കളത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മുമ്പിൻ്റെ ഒരു വാളിൻ്റെ മുമ്പിൽ ഇവർ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇവർ വേഗം പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ സത്യവിശ്വാസിയാണെന്ന് അറിയിക്കാനായിട്ട് ഇവരിങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയണ എല്ലാവരും സത്യവിശ്വാസികളല്ല. ചില കപട വിശ്വാസികളും രക്ഷപ്പെടാൻ വേണ്ടി ആ സമയത്ത് വേഗം ഇങ്ങനെ പറയും. യുദ്ധക്കളത്തിൽ വെച്ച് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമ്മളുടെ സത്യവിശ്വാസികളായ ആളുകൾ വിചാരിക്കും ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പറയണതാണെന്ന് ഓർത്തിട്ട് ചിലപ്പം ഇവരെ വധിച്ച് കളയാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ സമയത്താണ് അള്ളാഹു ഈ ആയത്ത് അവതരിച്ചത്. നിങ്ങൾ വ്യക്തമായി അറിഞ്ഞതിന് ശേഷമായിരിക്കണം അവരെ കൊലപ്പെടുത്തേണ്ടത്. നമ്മൾ ഈ പേജിൽ തന്നെ വരുന്നുണ്ട് ആയത്ത്. അപ്പോൾ അതാണ് ഒരു കണ്ടീഷൻ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധവശാൽ കൊല്ലപ്പെടുകയാണ്, നമുക്കറിയില്ല. യുദ്ധക്കളത്തിൽ വന്ന് പെടുമ്പോൾ ഇവർ സത്യവിശ്വാസിയാണോ അല്ലേന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രായശ്ചിത്തം ഇന്നതൊക്കെയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ
ഇനിയിപ്പോൾ അവർക്കൊരു അടിമേനെ കിട്ടിയില്ല, മോചിപ്പിക്കാൻ അടിമേനെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് സാമ്പത്തികമായി ഇവർക്ക് കഴിവില്ല ഇവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട്, അങ്ങനെയാണെങ്കിൽ അതിനും ഒരു അള്ളാഹു ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മാസക്കാലം തുടർച്ചയായി നോമ്പെടുക്കണം. ആ തുടർച്ചയായി എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. 2 മാസം 60 ദിവസം അല്ലേ, തുടർച്ചയായി നോമ്പെടുക്കണം. ഒരു 55 ദിവസം നോമ്പെടുത്തു അയാൾക്ക് തോന്നുകയാണ് നാളെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ ആദ്യം തൊട്ട് ഒന്ന് തുടങ്ങി 60 നോമ്പ് വരെ എടുക്കണം. നമുക്ക് ശരയ്യായ കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ നോമ്പ് ഉപേക്ഷിക്കേണ്ട അവസ്ഥകൾ വരും അല്ലേ. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഹൈല് നിഫാസൊക്കെ വരുന്ന സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ഒരു രോഗിയായി, അല്ലെങ്കിൽ നിർബന്ധമായ ഒരു യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് നോമ്പിനെ മാറ്റി വെക്കണതിൽ തെറ്റില്ല. അല്ലാണ്ട് നമ്മൾ സ്വന്തം ഇന്ന് റെസ്റ്റ് എടുക്കുക, ഇത്രയും ദിവസം നോമ്പെടുത്താലേ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ മാറ്റി വെക്കാൻ പാടില്ല. തുടർച്ചയായി 2 മാസക്കാലം നോമ്പെടുക്കലാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അടിമയെ മോചിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെയ്യേണ്ട കാര്യം. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആയത്ത് നമുക്കൊന്ന് നോക്കാം. വമാക്കാന ആകാൻ പാടില്ല, അല്ലെങ്കിൽ ആയിക്കൂടാ, മുഅ്മിനിൻ ഒരു സത്യവിശ്വാസിക്ക്, യഖ്തുല മുഅ്മിനൻ ഒരു സത്യവിശ്വാസിയെ കൊല ചെയ്യുക എന്നത്, ഇല്ല ഖത്വ അബദ്ധവശാലല്ലാതെ, അബദ്ധമായിട്ടല്ലാതെ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊല ചെയ്യാൻ പാടുള്ളതല്ല. വമൻ ഖതല ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ, കൊന്നാൽ, മുഅ്മിനൻ ഒരു സത്യവിശ്വാസിയെ ഖത്വ അബദ്ധവശാൽ, ഫതഹ്രീറു എന്നാൽ തഹ്രീർ എന്താണ്? സ്വതന്ത്രരാക്കുക. റഖബത്തിൻ, റഖബ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിമ എന്നാണ് ഇവിടെ അർത്ഥം. ശരിക്കും റഖബ എന്ന വാക്കിൻ്റെ അർത്ഥം പിരടി എന്നാണ്, പിരടി ബന്ധിച്ചവൻ എന്നാണ്. അതായത് സ്വതന്ത്രമില്ലാണ്ട് പിരടി ബന്ധിച്ച നിലയിലുള്ള ആൾ, അതാണ് അടിമ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അടിമയെ സ്വതന്ത്രനാക്കണം. മുഅ്മിനത്തിൻ ഒരു സത്യവിശ്വാസിയായ അടിമ. ഇവിടെ മുഅ്മിനത്തിൻ ആ താ വന്നത് ഒരിക്കലും സ്ത്രീലിംഗ പദമായിട്ടല്ല. റഖബത്ത് എന്നുള്ള ആ പദം സ്ത്രീലിംഗമായ അതുകൊണ്ടാണ് മുഅ്മിനത്തിൻ, ഒരു സ്ത്രീനെ ഉദ്ദേശിച്ചിട്ടല്ല. സത്യവിശ്വാസിനി എന്നുള്ള അർത്ഥമല്ല, ഒരു സത്യവിശ്വാസിയായ ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതുമാത്രം പോരാ, വദിയത്തുൻ നിങ്ങൾ ഒരു നഷ്ടപരിഹാരം നൽകണം. മുസല്ലമത്തുൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന, ഇല അഹ്ലിഹി അവൻ്റെ ആളുകൾക്ക്, ഇല്ല അയ്യസ്വദ്ദഖു അവർ അത് സൗജന്യമാക്കി തന്നാലൊഴികെ, അല്ലെങ്കിൽ ഒരു ധർമ്മമാക്കി സ്വതക്കയായി അവർ ഒഴിവാക്കിയാലല്ലാതെ നിങ്ങൾ അവർക്കത് ഒരു നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫഇൻ കാന ഇനി അവനായിരുന്നെങ്കിൽ, മിൻ കൗമിൻ ഒരു ജനതയിൽ പെട്ടവനാണ്. ഏത് ജനതയാണ്? അദുവില്ലക്കും നിങ്ങളോട് ശത്രുതയുള്ള ഒരു ജനതയിൽപ്പെട്ട ആളാണ് ഈ കൊല്ലപ്പെട്ടതെങ്കിൽ, വഹുവ മുഅ്മിനുൻ പക്ഷേ നിങ്ങൾ ശത്രു ജനതയിൽപ്പെട്ട ആളാണെങ്കിലും അയാൾ എന്താണ്? ഒരു സത്യവിശ്വാസിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം? ഫതഹ്രീറു റഖബത്തിൻ എന്നാൽ നിങ്ങളൊരു അടിമയെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യേണ്ടത്. മുഅ്മിനത്തിൻ സത്യവിശ്വാസിയായ. അപ്പോൾ കൊല്ലപ്പെട്ട ആൾ നിങ്ങളുടെ ശത്രു ജനതയിൽപ്പെട്ട ആളാണ്, പക്ഷേ അയാളൊരു സത്യവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് മാത്രമേ ആ ഒരു കണ്ടീഷനിൽ ചെയ്യാനുള്ളൂ. ഇനി വഇൻ കാന മിൻ ഖൗമിൻ ഇനി കൊല്ലപ്പെട്ട ആൾ ആരാണ്? മിൻ ഖൗമിൻ ഒരു ജനതയിൽപ്പെട്ടവനാണ്. ബൈനക്കും വബൈനഹും മീസാക്ക് നിങ്ങൾക്കും ആ ജനതയ്ക്കും ഇടയിൽ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു നാട്ടിലെ ആളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ, ഫദിയത്തുൻ എന്നാൽ നിങ്ങൾ തെണ്ടം കൊടുക്കണം. മുസല്ലമത്തുൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന, ഇല അഹ്ലിഹി അവൻ്റെ വീട്ടുകാർക്ക്. അതുമാത്രം പോരാ, വതഹ്രീറു റഖബത്തി മുഅ്മിന സത്യവിശ്വാസിയായ ഒരു അടിമയെ സ്വതന്ത്രരാക്കുകയും വേണം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നാണ് അടുത്ത ഭാഗം പറയുന്നത്. ഫമൻ ലം യജിദ് ഇനി ആർക്കും ഇത് കിട്ടിയില്ലെങ്കിൽ, ഫസിയാമു എന്നാൽ അവൻ, എന്നാൽ സിയാമു നോമ്പെടുക്കട്ടെ, ഷഹ്റൈനി 2 മാസക്കാലം, മുതതാബിഐനി തുടർച്ചയായി, ഈ 2 മാസവും തുടർച്ചയായി അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. തൗബത്തം മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള പ്രായശ്ചിത്തമായിട്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള പകയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സാമ്പത്തികമായി നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം കിട്ടാനാണ് എന്ത് പറഞ്ഞത്? നിങ്ങളൊരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മാസക്കാലം തുടർച്ചയായി നിങ്ങൾ നോമ്പ് നോൽക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രായശ്ചിത്തം കിട്ടാൻ വേണ്ടിയിട്ട്. വക്കാൻ അള്ളാഹു ആകുന്നു അലീമൻ അറിയുന്നവനാണെന്ന്, ഹക്കീമ അഗാധജ്ഞനുമാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ഇനി കരുതിക്കൂട്ടി മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ കൊലപ്പെടുത്തിയാൽ അയാൾക്കുള്ള പ്രതിഫലം എന്താണെന്നാണ് പറയണത്.
ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ومن يقتل ആരെങ്കിലും കൊല്ലുന്നുവോ മുഅ്മിനൻ ഒരു സത്യവിശ്വാസിയെ മുതഅമ്മിദൻ മനഃപൂർവമായി ഫജസാഉഹു അപ്പോൾ അവനുള്ള പ്രതിഫലം ജഹന്നം നരകമാകുന്നു അവനുള്ള പ്രതിഫലം. ഖാലിദം ഫീഹ അവൻ അതിൽ നിത്യവാസിയായിരിക്കും. വഗളിബല്ലാഹു അള്ളാഹുവിൻ്റെ കോപവും അവനിലുണ്ടായിരിക്കും. അലൈഹി അവൻ്റെ മേൽ വലഅനഹു അവനെ ശപിക്കുകയും ചെയ്യും. വഅദ്ദലഹു എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അവന് വേണ്ടിയിട്ട് എന്താണ് അദാബൻ അലീമ വമ്പിച്ചതായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വമായി കൊലപ്പെടുത്താൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്താൽ നമ്മൾ സൂറത്തുൽ ബഖറയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കൊലയാളിക്കുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. ഒരു കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത്, അത് നടപ്പാക്കേണ്ടത് അവിടുത്തെ ഭരണ അധികാരമുള്ളവരാണ് എന്നൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു പറയാണ്, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വമായി കൊലപ്പെടുത്തിയാൽ അയാൾക്കുള്ള പ്രതിഫലം നരകമാണ്, അയാളതിൽ നിത്യവാസിയായിരിക്കും. അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഒക്കെ അയാളിലുണ്ടായിരിക്കും. അള്ളാഹു വമ്പിച്ച ശിക്ഷ അയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു വൻ പാപങ്ങളിലൊന്നാണ് കൊലപാതകം എന്നുള്ള കാര്യം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരം ആളുകളുണ്ട് അല്ലേ. യുദ്ധക്കളത്തിൽ വെച്ചിട്ട് മരണം മുന്നിൽ കാണുമ്പോൾ ഒരു സത്യവിശ്വാസി ആണ്, അയാൾ സത്യവിശ്വാസം അതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് അയാളുടെ സത്യവിശ്വാസം പരസ്യമാക്കും അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇനി ഒരു കപടവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയോ ആയ ആൾ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും വെറുതെ ചിലപ്പോൾ പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ നമ്മളുടെ സത്യവിശ്വാസികൾ എന്താ പറയാറ്, നീ ഒരു സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുമ്പോൾ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയാണ് സമാധാനം അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരോട് പറയരുത് നിങ്ങളൊരു വിശ്വാസിയല്ല എന്ന് അവരോട് പറയരുത്. നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചറിയണം എന്നാണ് അള്ളാഹു പറയണത്. നമ്മൾ നേരത്തെ പറഞ്ഞു, യുദ്ധത്തിൽ ഈ ശത്രുക്കൾ ഈ സത്യവിശ്വാസികളുടെ വാളിൻ്റെ മുൻപിൽ വന്ന് പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണം മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. അത് അങ്ങനത്തെ 2 തരം ആളുകളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. ചിലപ്പോൾ അത് സത്യവിശ്വാസികൾ തന്നെ ആയിരിക്കാം. അതുവരെ സത്യവിശ്വാസം രഹസ്യമാക്കി വെച്ച ആളുകൾ മരണം മുന്നിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയെ കാണുമ്പോൾ പറയും സലാം പറയും അല്ലേ. ചിലപ്പോൾ ശത്രു പക്ഷത്തുള്ള ആൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കപടവിശ്വാസി ആയിരിക്കാം. അയാൾ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി പറയും അല്ലേ അസ്സലാമു അലൈക്കും എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവരെ കൊല ചെയ്യേണ്ടതെന്നാണ് അള്ളാഹു പറയണത്. ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണതാണ് നിങ്ങൾ സത്യവിശ്വാസിയല്ല എന്ന് അവരോട് പറയരുതെന്ന്. അപ്പോൾ ഈ ആയത്ത് അവതരിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം പറയണത്, ഒരു മുസ്ലിം സേനാ സംഘം അവരുടെ യാത്രയിൽ ഒരാളെ കണ്ടുമുട്ടി. അയാളുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. അയാൾ അവർക്ക് സലാം ചൊല്ലി. അപ്പോൾ സലാം ചൊല്ലിയപ്പോൾ ഇവർ വിചാരിച്ചു എന്താണ് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരടവാണെന്ന്. അങ്ങനെ അവർ അയാളെ കൊലപ്പെടുത്തുകയും അയാളുടെ ആടുകളെ കൈവശപ്പെടുത്തുകയും ചെയ്തു. അതൊരു സംഭവം. പിന്നൊരു സംഭവം പറയണത്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടിരുന്ന ഒരു സൈന്യ സംഘം ശത്രുക്കളുടെ അടുത്ത് ചെന്നപ്പോൾ ശത്രുക്കൾ അവിടെ ചിന്നിച്ചിതറി ഓടിപ്പോയി പല ഭാഗത്തേക്കായിട്ട്. ഒരാൾ മാത്രം സ്ഥലത്ത് ബാക്കിയായിട്ട് അവിടെ നിന്നു. അയാൾക്കാണെങ്കിൽ കുറേ സ്വത്തും ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വിചാരിച്ചെന്താണ്, ഈ സ്വത്ത് ഇട്ടിട്ട് ഓടിപ്പോകാനുള്ള മടി കാരണം ഇയാൾ താൽക്കാലികം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേന്ന് ഓർത്തിട്ട് ഇവർ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നാളെ താങ്കൾ എന്തു ചെയ്യും, പരലോകത്ത് എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഈ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു എന്നാണ് ഒരു സംഭവം പറയണത്. അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹവും യുദ്ധത്തിൽ ഇതുപോലെ ഷഹാദത്ത് ചൊല്ലിയ ഒരാളെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് അറിയണത്. അപ്പോൾ നമുക്കിനി ആയത്ത് നോക്കാം.
يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا യാ യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇതാ ലൊറബത്തും, നിങ്ങൾ യാത്ര ചെയ്താൽ. ലൊറബ എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അടിച്ചു, യാത്ര ചെയ്തു, വിവരിച്ചു എന്നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അത് സന്ദർഭം അനുസരിച്ച് അതിനോട് കൂടി വരണ ബാക്കി ഭാഗം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാകുക. അപ്പോൾ ഇതാ ലൊറബത്തും ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ അല്ലെങ്കിൽ യാത്ര പോയാൽ, എന്ത് യുദ്ധം ചെയ്താൽ എന്നർത്ഥം. യാത്ര പുറപ്പെട്ടാൽ ഫതബയ്യനു, നിങ്ങൾ വ്യക്തത തേടുവിൻ, നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കുവിൻ. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്, ലിമൻ, യാതൊരുവനോട്, എന്ത് അൽഖ, അവൻ ഇട്ടു, ഇലൈക്കുമുസ്സലാമ, നിങ്ങളിലേക്ക് സലാമിനെ ഇടുന്നവനിലേക്ക്. അതായത് നിങ്ങളോട് സലാം പറഞ്ഞ ഒരാളോട് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്ത്, ലസ്ത മുഅ്മിനൻ, നീ ഒരു സത്യവിശ്വാസി അല്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിരുന്നത്. തബ്തഗൂന, നിങ്ങൾ തേടിക്കൊണ്ട്, അർളൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിലെ വിഭവം. അങ്ങനെ പറയണത് എന്താ? കാരണം ഇപ്പോൾ ഒരു അവിശ്വാസിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇയാളെ കൊല്ലണേ അല്ലേ. അപ്പോൾ ഇയാളുടെ ഒരുപാട് സ്വത്തുണ്ടായിരിക്കാം. അപ്പോൾ യുദ്ധക്കളത്തിൽ വരുമ്പോൾ ഈ ശത്രുക്കളെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇപ്പോൾ കുതിരയാവാം, അല്ലെങ്കിൽ വാളാവാം, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് എന്തോ ആവാം, അത് ഇവർക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ആ സമ്പത്തിനെ മോഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരാളോട് പറയരുത് നിങ്ങളൊരു സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ വധിച്ച് കളയരുത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഫഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്, മഗാനിമു കസീറ, വളരെയധികം യുദ്ധമുതലുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിലെ വിഭവം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഗനീമത്ത്, സ്വത്ത്, അത് മോഹിച്ച് നിങ്ങൾ ഒരാളോടും ഇങ്ങനെ നീ സത്യവിശ്വാസി അല്ല എന്ന് പറയരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് ധാരാളം മുതലുകളുണ്ട് അല്ലേ, അത് അള്ളാഹു നിങ്ങൾക്ക് തരും എന്നാണ് അള്ളാഹുവിടെ പറയണത്. കദാലിക, അപ്രകാരം, കുൻതും, നിങ്ങളായിരുന്നു, മിൻ ഖബലു, ഇതിനു മുമ്പ് നിങ്ങളും ഇങ്ങനെ ആയിരുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കാരണം ഈ സത്യവിശ്വാസികൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? ഇവരെ സത്യവിശ്വാസം ഇവർ രഹസ്യമാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പരസ്യമാക്കിയ മർദ്ദനം കിട്ടണമുണ്ട്. ഒരുപാട് സ്വഹാബത്ത് ആ സമയത്ത് ഇവരുടെ സത്യവിശ്വാസം രഹസ്യമാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എങ്ങനെയായിരുന്നു? രഹസ്യ പ്രബോധനമായിരുന്നു നടത്തിയിരുന്നത് അല്ലേ. ദാറുൽ അർക്കമിൽ വെച്ചിട്ടാണ് ഇവർ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതും ഇവർ ചർച്ച ചെയ്തിരുന്നതൊക്കെ. പിന്നീടാണ് ഇവർ പരസ്യമാക്കിയത്. അപ്പോൾ അള്ളാഹു ഇവരോട് ചോദിക്കണം, ഇതിന് മുമ്പ് നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കദാലിക്ക്, അപ്രകാരം, കുൻതും, നിങ്ങളായിരുന്നു, മിൻ ഖബലു, മുൻപ്, ഫമൻ അള്ളാഹു, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ദാക്ഷിണ്യം ചെയ്തു, അലൈക്കും, നിങ്ങളുടെ മേൽ, ഫതബയ്യനു, അതിനാൽ നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കുക അല്ലെങ്കിൽ വ്യക്തത തേടുക. അപ്പം നിങ്ങൾ പണ്ട് ഇങ്ങനെ രഹസ്യമാക്കിയിട്ട് തന്നെയല്ലേ നിങ്ങളും നടന്നിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഫള് കിട്ടിയപ്പോൾ അല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഹിജ്റ വരാൻ പറ്റിയതും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റിയതും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരാളുടെ വിഷയത്തിലാണെങ്കിലും നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം എന്ന്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, കാന, ആകുന്നു, ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയണത്. അപ്പോൾ ഈ ആയത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കണം എന്താണ്? ഒരു അവിശ്വാസിയായ ആൾ രക്ഷപ്പെട്ടാലും ഒരിക്കലും ഒരു സത്യവിശ്വാസി കൊല്ലപ്പെട്ടുകൂടാന്നാണ് പറയണത് അല്ലേ. ഇപ്പോൾ ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട് അയാൾ സത്യവിശ്വാസി തന്നെയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ പോലും അയാളെ കൊല ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധവശാൽ കൊല ചെയ്താൽ എന്താണ് അതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയെ കൊല ചെയ്യാൻ പാടില്ല മനഃപൂർവ്വം അല്ലേ. അബദ്ധവശാൽ ഇനി അങ്ങനെ പറ്റിയല്ലേ, യുദ്ധത്തിലൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ കണ്ടുപരിചയം ഇല്ലാണ്ടോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഒക്കെ കൊല നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലേ. അതിനുള്ള പരിഹാരം എന്താ അള്ളാഹു പറഞ്ഞത്? നിങ്ങളൊരു സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കണം. അവിടെ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളിടത്ത് ഏറ്റവും പ്രധാനം എന്താണ്? ആ അടിമ സത്യവിശ്വാസി ആയിരിക്കണം. അത് സ്ത്രീയാവാം പുരുഷനാവാം, അതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അതൊരു സത്യവിശ്വാസി ആയിരിക്കണം.
കാരണം നമ്മളെ കയ്യാൽ കൊല്ലപ്പെട്ടതൊരു സത്യവിശ്വാസിയാണല്ലേ. അതുമാത്രം പോരാ, ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. അത് ഏത് കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞു? ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ജീവിക്കണത്. ഈ കൊല്ലപ്പെട്ടയാളും കൊല ചെയ്തയാളും ഒക്കെ ഒരു നാട്ടിലാണ് അല്ലേ. ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ അവിടെയുള്ള അവരുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾ ഒരു നഷ്ടപരിഹാരം കൊടുക്കണം. അതുമാത്രം പോരാ, ഒരു അടിമയെ, സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊരു നാട്ടിലെ നിങ്ങളുമായി ശത്രുതയുള്ള ഒരു നാട്ടിലെ ആളാണ് ഈ സത്യവിശ്വാസി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ശത്രു നാട്ടിൽ ജീവിക്കണ ഒരു സത്യവിശ്വാസിയെ നിങ്ങൾ കൊല ചെയ്താൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് നഷ്ടപരിഹാര തുക നൽകണ്ട. എന്തുകൊണ്ടാണ് നൽകണ്ട എന്ന് പറയണത്? നമ്മൾ ഈ ധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇസ്ലാമിനെതിരെ തന്നെ ഉപയോഗിക്കില്ല, നമ്മളുടെ ശത്രുക്കളാണ് അവർ. അപ്പോൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. ഈ സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയാണ്. മറ്റേത് എന്തിനായിരുന്നു കൊടുക്കാൻ പറഞ്ഞത്? കുടുംബക്കാർക്ക് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അവരുടെ പകയില്ലാണ്ടിരിക്കാൻ അല്ലേ. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇനി പകയുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി പറഞ്ഞു, ഇനി നമ്മളുമായി കരാറിലുള്ള മറ്റൊരു രാജ്യത്തെ ഒരാളെയാണ് നിങ്ങൾ വധിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നാട്ടിൽ എത്രയാണോ ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത്, പ്രായശ്ചിത്ത തുകയായിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാര തുകയായി അവർ നിശ്ചയിച്ച എത്രയാണോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതുമാത്രം പോരാ, നിങ്ങളൊരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം. അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച നഷ്ടപരിഹാരം ഒന്നില്ലെങ്കിൽ 100 ഒട്ടകമായിരുന്നു, അല്ലെങ്കിൽ 200 പശുക്കളായിരുന്നു, അല്ലെങ്കിൽ 2000 ആടുകളായിരുന്നു. ഇനി പണമായിട്ടായിരുന്നെങ്കിൽ അത് 800 സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ 8000 വെള്ളി നാണയങ്ങളോ ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം അതിന് തത്തുല്യമായിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് കണക്കാക്കണതെന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഒരാൾക്ക് ഒരു അടിമയെ കണ്ടു കിട്ടിയില്ല, ഒരു അടിമയെ സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക അയാൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇയാൾ 2 മാസക്കാലം തുടർച്ചയായി നോമ്പെടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തുടർച്ചയായി എന്നുള്ളതാണ്. എന്തെങ്കിലും ശർഈയായ കാരണങ്ങൾ കൊണ്ട് മാത്രം, അതിപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീയാണെങ്കിൽ ഹൈലോ നിഫാസോ ഉണ്ടാകുമ്പോൾ നമുക്ക് നോമ്പെടുക്കാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധിതനായി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അവിടെ ഇളവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 55 ദിവസം നോമ്പെടുത്തു, ഇനി നാളെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. തുടർച്ചയായി തന്നെ 2 മാസം നോമ്പെടുക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അള്ളാഹു പറഞ്ഞു, മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ നിങ്ങൾ കൊല ചെയ്താൽ എന്താണ് അയാൾക്കുള്ള ശിക്ഷ? അയാൾക്ക് നരകമാണ് ശിക്ഷയുള്ളത്. അയാൾ അതിൽ നിത്യവാസിയായിരിക്കും. അള്ളാഹുവിൻ്റെ കോപവും ശാപവും അയാളുടെ മേത്തുണ്ടായിരിക്കും. അള്ളാഹു അവന് വേണ്ടി വമ്പിച്ച ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ഏതൊരു തെറ്റും പുറത്തു തരുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഖുറാനിൽ തന്നെ സൂറത്ത് സുമറിലൊക്കെ പറയുന്നുണ്ട്, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ, 100 പേരെ കൊന്ന ഒരാൾ പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? തൗബയുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നല്ല ആളുകൾ ജീവിക്കണ നാട്ടിലേക്ക് നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു അല്ലേ. പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ പോണ വഴിയിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ മലക്കുകൾ വന്നിട്ട്, അതുവരെ അയാൾ തെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ 100 പേരെ കൊന്ന ആൾ പിന്നീട് നന്നായി പശ്ചാത്തപിച്ചുകൊണ്ട് നല്ല ആളുകളുള്ള നാട്ടിലേക്ക് പോകുമ്പോൾ അയാൾ മരണപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? അവിടെ ദൂരം അളക്കാൻ പറഞ്ഞു അല്ലേ. ഏത് നാട്ടിലോട്ടാണോ അയാൾ ഏറ്റവും അടുത്തുള്ളത്, അപ്പോൾ നല്ല ആളുകളുള്ള നാടിൻ്റെ അടുത്തേക്കാണ് അയാൾ കൂടുതലും അടുത്തെത്തിയിരുന്നത്. അതുകൊണ്ട് നല്ല സ്വർഗത്തിലെ മലക്കുകളാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിച്ചത്. അപ്പോൾ ആ തൗബ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഉറപ്പാണ്. നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, നമ്മളൊരാളെ കരുതിക്കൂട്ടി കൊന്നു കളഞ്ഞ് പശ്ചാത്തപിക്കാണ്ട് മരണപ്പെട്ടാൽ അയാൾക്ക് അവിടെ തീർച്ചയായും നരകം തന്നെയാണ് അള്ളാഹുവോട് ഒരുക്കി വെച്ചിരിക്കണതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ വേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കണം. നിങ്ങളോട് വന്നിട്ട് ഒരാൾ വന്നിട്ട് സലാം പറയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞു അല്ലെ, ശത്രുക്കളിൽ നിന്നാണെങ്കിലും അവരിനി യുദ്ധത്തിന് വന്നു എന്നിട്ട് അവർ പറയുകയാണ് ഇനിയിപ്പോൾ യുദ്ധം വേണ്ട, ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവരെ ആക്രമിക്കാൻ പാടില്ല എന്നൊരർത്ഥം കൂടിയും ഇതിനുണ്ട്. അപ്പോൾ നമ്മളോട് സമാധാനം എന്ന് പറയുന്ന ഒരാളോട് പറയരുത് നീ ഒരു സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പാടില്ല. അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും സ്വത്ത് മോഹിച്ചുകൊണ്ടോ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുത്ത് ധാരാളം മുതലുകളുണ്ട് അല്ലേ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നമുക്ക് തരും.
അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈഹലോകത്തെ വിഭവങ്ങൾ തേടിക്കൊണ്ട് ഒരു ആളെ നിങ്ങൾ സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞ് അയാളെ വധിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചു തന്നത്. പിന്നെ പറഞ്ഞു എന്താ, ഇവർ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പണ്ടും ഇങ്ങനെ ആയിരുന്നില്ലേ, മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളും ആദ്യം രഹസ്യമായിട്ട് തന്നെയല്ലേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നതെന്ന് അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എന്തും നടപടി എടുക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ അല്ലേ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആയത്ത് അവസാനിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.